ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു മീൻകറിയാണ്. മീൻകറിക്ക് വേണ്ട ഒരു സംഭവമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് 2 തക്കാളി, ഒരു 4-5 പച്ചമുളക് എല്ലാം കൂടിയിട്ട് തക്കാളി ഇങ്ങനെ ചെറുതാക്കി ഇടുക. എന്നിട്ട് ഈ പച്ചമുളക് ഇങ്ങനെ മുറിക്കുക, രണ്ടാക്കുക. എന്നിട്ട് അതിനെ കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഉടക്കുക. ഓക്കെ, ഇങ്ങനെ ആക്കി വെക്കുക. എന്നിട്ട് അതിലേക്ക് പുളി എത്ര വേണ്ട വെച്ചാൽ എടുത്തോളൂ. ഒരു വലിയ നാരങ്ങ വലുപ്പത്തിനുള്ള പുളിയാണ് എടുക്കേണ്ടത്. എൻ്റെ പേസ്റ്റ് ആയതുകൊണ്ട് ഞാനിവിടെ 2 സ്പൂണ് ഇട്ടു. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കുക. ഇപ്പൊ ഇതൊക്കെ ഗ്യാസിലേക്ക് വെക്കണതിന് മുമ്പ് തന്നെയാണ് കേട്ടോളി. പുളിയും തക്കാളിയും ഒക്കെ കൂടി മിക്സ് ചെയ്യാം. ഓക്കെ, ഇനി വെള്ളം ഒഴിച്ചു. വെള്ളം ഒഴിച്ചിട്ട് ഇപ്പം ഏകദേശം ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും. രണ്ട് തക്കാളിയും 4-5 പച്ചമുളകിനും ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇനി ഇത് നമ്മൾ കത്തിക്കാം, ഗ്യാസിൽ വെക്കാൻ പോവാണ്. ഇതങ്ങടെ ആവട്ടെ. ഓക്കെ, ആവശ്യത്തിന് ഉപ്പ് ഇടുക. ഇനി ഇത് നന്നായിട്ട് പിന്നെ എടുക്കാം, മറ്റേതൊക്കെ. ഇപ്പൊ തൽക്കാലം ഉപ്പ് ഇളക്കാൻ കത്തി കൊണ്ട് ചെയ്യുന്നു. ഇനി ഇത് നന്നായിട്ട് ആവട്ടെ. ആവണേന്റെ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? തേങ്ങയും 1 കപ്പ് തേങ്ങയും അതിലേക്ക് ബാക്കിയുള്ള ഇടാനുള്ള സാധനങ്ങൾ, മസാലപ്പൊടികൾ, നമ്മൾ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇടാം. അപ്പോൾ ആ ഒരു അരപ്പ് നമുക്ക് ഉണ്ടാക്കണം. അതാണ്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഈ മീൻകറിക്ക് ഉപയോഗിക്കുന്നത് കിളിമീനാണ്. അയില, മത്തി എന്തും നന്നായിരിക്കും കേട്ടോളൂ, കിളിമീനും നന്നായിരിക്കും. അപ്പോൾ ഇത് ഒന്നായിക്കോട്ടെ. അപ്പോൾ ഇവിടെ തിളച്ചോണ്ടിരിക്കേണ്ട മീൻകറിക്ക് വേണ്ടത് ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങ മിക്സിയിലിടാം. ഇത്ര അടുത്ത് പിടിക്കേണ്ട പൊന്ന, എൻ്റെ കൈ തട്ടില്ലേ ക്യാമറയില്. 1/2 കപ്പ് തേങ്ങ ഇട്ടു. ഇനി മഞ്ഞപ്പൊടി, നല്ല പുളിയുടെ മണം വരുന്നുണ്ട്, തിളക്കിയാണ്. മഞ്ഞപ്പൊടി ഇത്തിരി കൂടുതൽ ഇട്ടോളൂ, എന്നാലേ ആ കളർ കറക്റ്റായിട്ട് വരുള്ളൂ. അതുകൊണ്ട് 1 സ്പൂൺ മഞ്ഞപ്പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, പച്ചമുളക് ഇട്ടിട്ടുണ്ട്, എന്നാലും 1 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ പെരിഞ്ജീരകം. ഇതൊക്കെ കൂടി ഇട്ടിട്ട് നല്ല മഷി പോലെ അങ്ങോട്ട് അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് ഒഴിക്കാം. അപ്പം ഇത് മഷി പോലെ അരക്കട്ടെ. ഇപ്പം നോക്കൂ, പുളിവെള്ളം തക്കാളിയും കൂടിയിട്ട് ഏകദേശം പകുതിയോളം ആയില്ലേ. നമ്മൾ നല്ലോണം നിറച്ചിട്ടുണ്ടായിരുന്നില്ലേ വെള്ളം. ആ വെള്ളത്തിൽ, പുളിവെള്ളത്തിൽ കിടന്നിട്ട് തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ സംഭവം പേസ്റ്റ് പോലെ അരച്ചിട്ടുമുണ്ട്. ഓക്കെ, ഇനി നമുക്കിടാം. ഇളം പെരിഞ്ജീരകത്തിൻ്റെ വാസനയും ഒക്കെ കൂടി. പിന്നല്ലേ ഇതൊന്ന് ഒലുമ്പി ഒഴിക്കുക. ബ്യൂട്ടിഫുൾ യെല്ലോ കളറായി. കുറച്ച് മഞ്ഞപ്പൊടി കൂട്ടിയിട്ടാലേ ഈ ഒരു കളറ് വരുള്ളൂ. ഇതിപ്പോൾ ഇത്ര കൊഴുപ്പായി. ഇനി നമുക്ക് വെള്ളമാക്കാം. അപ്പോൾ മിക്സി ഒന്ന് ഒലുമ്പുക. ഒലുമ്പൽ മാത്രമല്ല, ഇനി മീനും കടന്ന് വേവാനുണ്ട്.
അപ്പോൾ ഏകദേശം 1 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു. ഇതൊന്ന് നോക്കട്ടെ. സൂപ്പർ. ലേശം ഉപ്പാണ്. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഏതെങ്കിലും നിങ്ങളുടെ അടുത്ത് എന്താ പറയുക ഫിഷ് മസാല അങ്ങനെ വല്ല സംഭവം ഉണ്ടെങ്കിൽ ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നിർബന്ധമൊന്നും ഇല്ല കേട്ടോളൂ. വേണമെന്ന് നിർബന്ധേ ഇല്ല. ഞാൻ ഇടാറുണ്ട്, അതുകൊണ്ട് ഞാൻ ഇടണമെന്ന് മാത്രം. പക്ഷെ നിങ്ങൾക്കത് ആവശ്യമില്ലെങ്കിൽ ഇടണ്ട കേട്ടോളൂ. ജസ്റ്റ് 1 സ്പൂൺ. ഒന്ന് നന്നായിരിക്കും, ഫ്ലേവർ നന്നായിട്ട് വരും. ഏതെങ്കിലും ഒരു ഫിഷ് മസാല മതി, ഇന്ന ബ്രാൻഡ് എന്ന് വേണമെന്നൊന്നുമില്ല. ഓക്കെ, ഇതിലേക്ക് നമ്മൾ കിളിമീൻ ഇടുന്നു. എങ്ങനെ ഉള്ളിലേക്ക്? മീൻ കറിയിൽ മീൻ ഇങ്ങനെ തന്നെ ഇടുക. അത് ശരി. അപ്പൊ നീ മീൻ കറിയിലത്തെ മീൻ എങ്ങനെ ഇടണമെന്നാ നീ വിചാരിച്ചു? അയ്യേ, പച്ചക്ക് തന്നെ ഇടുക. എന്നിട്ട് അതിൽ കിടന്നിട്ട് മീൻ വേവും. അസലായിണ്ട് കുട്ടിയെ, ഏത് ലോകത്തുണ്ടാ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് ആവട്ടെ. ആയിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ വറുത്തിടാം. അപ്പല്ലേ നമ്മുടെ മീൻകറി പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നല്ല കൺസിസ്റ്റൻസി, നല്ല കൊഴുപ്പ്, എല്ലാം ഓക്കെ, പെർഫെക്റ്റ്. പുറത്ത് ഓഫ് ചെയ്യട്ടെ. 2 സ്പൂണ് വെളിച്ചെണ്ണ, 1/2 സ്പൂൺ കടുക്, 1/2 സ്പൂൺ ഉലുവ, ഒരു 4 ചെറിയുള്ളി വട്ടത്തിൽ മുറിച്ചത്, കറിവേപ്പില, പിന്നെ ഒരു വറ്റൽമുളക്, ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ലേശം ഒന്ന് ബ്രൗൺ ആവുന്ന സമയത്ത് നമുക്ക് മുകളിലേക്ക് ഒഴിക്കാം. ഇത് ബ്രൗൺ ആവുന്നുണ്ട്. ഒരു സിമ്പിളായിട്ടുള്ളൊരു മീൻ കറി അല്ലേ? അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഉണ്ടാക്കുമായിരിക്കും നിങ്ങളും. ആ മുളക് താഴെ വീണിട്ട് എൻ്റെ കാലിലേക്ക് എണ്ണയോട് കൂടിയിട്ട് വീണുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിലേക്ക് ഒഴിക്കുക. ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒഴിക്കണമെന്നറിയോ? എനിക്ക് കുറച്ച് ബാക്കി വേണമെന്ന് ഗാർണിഷ്, എന്നാലേ എനിക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ഇതിടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒക്കെ കൂടി അലിഞ്ഞടിക്കൂലേ. ഇത്രയേ ഉള്ളൂ. ഉണ്ടാക്കി നോക്കുക. നല്ല മണം വരുന്നുണ്ട്. ഉലുവടിയും ഒക്കെ സൂപ്പറാണ് സംഭവം. ഇതൊന്ന് ആറിക്കഴിഞ്ഞാൽ ഗംഭീരമായിരിക്കും ചോറിൻ്റെ കൂടെ. സൂപ്പർ. വേണം? നൈസ്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. കഴിഞ്ഞു.
മീൻകറി റെഡി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, ഇഷ്ടാവും. വീണ്ടും ഒരു റെസിപ്പിയുമായി കാണാം. അപ്പോൾ വിനീസ് കിച്ചൺ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ശരി അപ്പോൾ.